അസ്സലാമലൈക്കും. വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ നോമ്പ് തുറപ്പിക്കലും അതെടുത്ത് വീഡിയോയും മ്യൂസിക്കും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യലും. കൂടാതെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ മാങ്ങ പുഴുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതും വെള്ളം കലക്കുന്നത് വരെ അതിൽ കാണും. ആ സീനുകളൊക്കെ മാറ്റി മാറ്റി കാണിച്ച് മ്യൂസിക് കൂടി ഇട്ട റാഹത്തായി. ഇതെല്ലാം ചെയ്തിട്ട് എന്ത് കിട്ടാനോ? ഓർക്കുക, അതിലൊരു വിഭവം പോലും വാങ്ങാൻ കഴിവില്ലാത്തവരാകും ഈ വീഡിയോ കാണുന്നതെങ്കിലോ അവരുടെ ഉള്ളിലുണ്ടാക്കിയ മോഹത്തിന് ആരുത്തരവാദിത്തം പറയും? ഇത് അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല. നോമ്പ് തുറപ്പിക്കുന്നതിനേക്കാൾ പുണ്യം വേറെ ഒന്നുമില്ല. പക്ഷേ ആ പുണ്യം ഇങ്ങനെ കാട്ടുന്നതിലൂടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ സ്വതക്കയും സക്കാത്തും കൊടുക്കുന്ന ആൾക്കാരാകും ഇതുപോലെയുള്ള വീഡിയോസ് കാരണം നഷ്ടപ്പെടുന്നത് അവരുടെ ആ പുണ്യങ്ങൾ. അവർ അറിയുന്നത് പോലും ഉണ്ടാകില്ല എന്നൊരു കഷ്ടമാണല്ലേ. നോമ്പായാൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. കോണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി നോമ്പ് 1 മുതൽ നോമ്പ് 30 വരെ ധാരാളമായി ഇതുപോലെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യലാണ് അവരുടെ പ്രധാന പരിപാടി. ഓർക്കുക, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് ഖുർആൻ. ഗസയിലെയും ഫലസ്തീനിലെയും അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. അവിടെ അവർ പേടിച്ചാണ് ഓരോ നോമ്പും പിടിച്ച് അവർ മുറിക്കുന്നത്.